ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മാനസി കട്ടിൻ്റെ ഒരു നൈറ്റിയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം നമ്മൾ നൈറ്റി തുണിയെ ഇത് കണ്ടോ, ഇത് അടിഭാഗം ഉണ്ടാ, തേരുവശം അടിഭാഗം ഇതിങ്ങനെ ഒപ്പം പിടിക്കുക. എന്നിട്ട് തുണിയെ നമുക്ക് നീളത്തിൽ രണ്ടായിട്ട് മടക്കിയിടണം. കണ്ട, ഇപ്പം ഇത് ഈ ഭാഗം എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗമില്ലേ, നമ്മൾ ഫോൾഡിങ് ഉള്ളത് ഇങ്ങനെ ഇവിടെ ഓപ്പൺ അല്ല കേട്ടാ. ഓപ്പൺ അല്ലാത്ത ഈ ഭാഗം ഇതുപോലെ ഇങ്ങനെ ഒപ്പം മടക്കണം. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ വിരിച്ചിടണം കേട്ടോ. ഇത് ഉണ്ടാ, രണ്ടായിട്ട് മടക്കി നീളത്തിലാണ് ഇട്ടേക്കണേ. അപ്പം ഞാൻ എല്ലാ തുണിയും ഇതിൻ്റെ മുകളിലേക്ക് ഇടട്ടേട്ടാ. അപ്പം ഞാൻ മൂന്ന് നൈറ്റി മെറ്റീരിയലും ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. അപ്പോൾ ഇത് നല്ല നീളത്തിൽ വെച്ചേക്കാണ്, നമുക്ക് നീട്ടം ലാസ്റ്റ് അടയാളപ്പെടുത്താം കേട്ടോ. ഇപ്പം ഞാൻ ഷോൾഡർ അടയാളപ്പെടുത്താം. 14 ഇഞ്ചാണ്. അപ്പം 7 ഇഞ്ച് അടയാളപ്പെടുത്തണം. 14ൻ്റെ പകുതി, ആ 7 ഇഞ്ച് താഴേക്കും അടയാളപ്പെടുത്തണം. എന്നിട്ട് ഒരു സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ആ 7 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഉണ്ടാകാൻ നോക്കാം. അത് നമുക്ക് കൈക്കുഴി അടയാളപ്പെടുത്താനാണ്. ആദ്യം ഒന്ന് റഫായിട്ട് വരയ്ക്കാം, എന്നിട്ട് ചെറുതാക്കണമെങ്കിൽ മുകളിലേക്കും വലുതാക്കണമെങ്കിൽ താഴേക്കും വരണം കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ വണ്ണം പറയുന്നത്, നമുക്ക് ഇതിൻ്റെ വണ്ണം ഒരു 9 ഇഞ്ച് 36 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ടാ. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്നും ഇതിൻ്റെ പകുതി 7 3.5 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ചുരിദാരനൊക്കെ ചെയ്യുമല്ലോ, അതുപോലെ സ്കെയിൽ വെച്ച് ആം ഹോള് വരയ്ക്കാം. അതില്ലെങ്കിലും ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. നമ്മൾ ഇതുപോലെ കൈക്കുഴി വരക്കുക. വരച്ചതിന് ശേഷം നമുക്ക് യോക്കിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തണം. യോക്കിൻ്റെ ലെങ്ത് 10 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ടാണ്. അപ്പം നമുക്ക് ഇവിടെ തയ്യൽ തുമ്പ് ഇവിടെയും ഒരു 1/4 ഇഞ്ച് പോകും, ഇവിടെയും അല്ലെങ്കിൽ 1/2 ഇഞ്ച് വീതം രണ്ടിടത്തും വിടാൻ പറ്റും. അപ്പോൾ ഒരു 10 ഇഞ്ചിലാണ് ഞാൻ അടയാളപ്പെടുത്തിയത്. ഇനി ഇവിടെ ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്കൊന്ന് ഇതുപോലെ ഒന്ന് ചെരിച്ചു കൊടുക്കണം. കണ്ട, ഒരു ഷേപ്പ് വരച്ചു കൊടുക്കണേ. അപ്പോൾ ഇതാ ഇങ്ങനെ വന്നിട്ട് ഇതുപോലെ വന്നു. അപ്പോൾ ഇത് നമ്മളിനെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇവിടെ ഒരു നോട്ട്സ് ഇട്ട് കൊടുക്കുക. അതുപോലെ ഇത് ഓപ്പൺ ചെയ്യണം കേട്ടോ. ഇത് ഇങ്ങനെ ഷോൾഡർ ഭാഗമില്ലേ, അത് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കട്ട് ചെയ്ത് വെക്കണം. ഇനി ഇതിൽ നിന്ന് സ്ലീവ് കട്ട് ചെയ്യണം. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനെ നമ്മൾ ഇവിടെ 10 ഇഞ്ചിലല്ലേ അടയാളപ്പെടുത്തിയത്, അപ്പോൾ ആ 10 ഇഞ്ച് തന്നെ ഇങ്ങോട്ടേക്കും അടയാളപ്പെടുത്താം കേട്ടോ. കണ്ടോ, എന്നിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് സ്ലീവ് സെപ്പറേറ്റ് ഇങ്ങനെ ഇതുപോലെ കിട്ടിയല്ല, അപ്പം ഇതിൽ നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ തേര് ഭാഗം നമ്മൾ മടക്കി അടിക്കാറില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒപ്പം എടുക്കുക. ഇവിടെ ഏറ്റക്കുറിച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ, കണ്ട ചെറുതും വലുതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒപ്പാക്കി എടുക്കണം. എന്നിട്ട് ഒപ്പം വെച്ചതിന് ശേഷം നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്താം. 6 ഇഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തയ്യൽ തുമ്പ് വേണം. അപ്പോൾ 6.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തി 6.5 ഇഞ്ച്. ഇനി മടക്കി അടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് ഇവിടെ മടക്കി അടിക്കാം കേട്ടോ. അപ്പോൾ ആ 6.5 ഇഞ്ച് ഞാൻ താഴേക്കും കൂടി അടയാളപ്പെടുത്തി കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കൊരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ആ 3.5 ഇഞ്ചിലേക്ക് ഇവിടെ നിന്നും 37 ഇഞ്ച് കിട്ടുമെന്ന് നോക്കാം. ഇവിടെ 36 37, നമ്മൾ 36 എടുത്തത്. അപ്പം 9 ഇഞ്ച് ഇവിടെ കിട്ടും. അപ്പം ഇവിടെ വെച്ചു, കണ്ടില്ലേ ഈ പോയിന്റിൽ. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3.5 നമ്മൾ ഈ അടയാളപ്പെടുത്തിയത് അകത്ത് ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് ഇവിടെ നിന്നൊരു ഷേപ്പ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ പോയിന്റിൽ കൂടെ ഇങ്ങോട്ടേക്ക് താഴേക്ക് വരിക. ഇനി സ്ലീവിൻ്റെ വണ്ണം അടയാളപ്പെടുത്തണം. 12 ഇഞ്ചാണ് സ്ലീവിൻ്റെ വണ്ണം. ആ 12 ഇഞ്ചിന് പകരം 6 ഇഞ്ച് അതിൻ്റെ പകുതി എടുത്തു. പിന്നെ തയ്യൽ തുമ്പ് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യണം. ഇനി ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ അറിയാനായിട്ട് നമുക്കിവിടെ ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം.
സ്കേർട്ട് പോർഷൻ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 50 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 50 ഇഞ്ചിന് നമ്മൾ ബോഡി പാർട്ടിൽ യോക്ക് പോർഷനിൽ 10 ഇഞ്ച് എടുത്തായിരുന്നു. അപ്പോൾ അതിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് പോയിട്ട് ബാക്കി 9 ഇഞ്ചാണ് ഫ്രണ്ടിലെ പോർഷനിൽ കിട്ടുക. അപ്പോൾ ആ 9 ഇഞ്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ സ്കേർട്ട് പോർഷനിൽ 50 ഇഞ്ച് നീളം കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ 9 ഇഞ്ച് പിടിച്ചിട്ട് ഇവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോകും ഇല്ലേ. അപ്പോൾ ഈ 1/2 ഇഞ്ചിൻ്റെ അവിടെയാണ് 9 ഇഞ്ച് വെക്കേണ്ടത്. എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് ടേപ്പ് വെച്ച് 50 ഇഞ്ച് എവിടെയാണോ കിട്ടിയോ 9 ഇഞ്ചിൻ്റെ അവിടെ ആ തയ്യൽ തുമ്പിൽ 9 ഇഞ്ചിൽ ടേപ്പ് വെച്ച് താഴേക്ക് 50 ഇഞ്ച് കിട്ടണ വരെ നോക്കുക. ഇവിടെ 50 ഇഞ്ച് വരിക കണ്ടോ. ഈ 50 ഇഞ്ചിൽ അടയാളപ്പെടുത്തി. എന്നിട്ട് നമുക്ക് തയ്യൽ തുമ്പ് ഞാൻ കുറച്ചധികം ഫോൾഡ് ചെയ്ത് വെക്കും. നമ്മൾ നൈറ്റ് തുണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ചുരുങ്ങിയൊക്കെ പോകും. അപ്പോൾ ലെങ്ത്ത് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അധികം ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വീതിക്ക് ഫോൾഡ് ചെയ്ത് വെക്കണം. അപ്പോൾ അത് നമുക്ക് അഴിച്ചിട്ട് ലെങ്ത്ത് കൂട്ടാൻ പറ്റും. അപ്പോൾ ഞാൻ എന്താ ഇത്രയും ഫോൾഡ് ചെയ്താണ് അടിക്കുന്നത്. അപ്പോൾ ഒരു 2.5 ഇഞ്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് കട്ട് ചെയ്ത് മാറ്റാം. കൈക്കുഴി ഇതിൽ ഈ സ്കേർട്ട് പോർഷനിൽ ബാലൻസ് കൈക്കുഴി വരുത്തണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കൈക്കുഴിയുടെ 1/2 ഇഞ്ച് ഇവിടെ വിടണം, തയ്യൽ തുമ്പ് വിടുക. എന്നിട്ട് ഇങ്ങോട്ടേക്ക് എത്രയാണ് കിട്ടണേന്ന് നോക്കാം. അപ്പോൾ 7.5 ഇവിടെയും തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് പോകും. ബാക്കി 7. ആ 7 ഇഞ്ച് 18 ഇഞ്ചാണ്, അതായത് 9 ഇഞ്ചാണ് കൈക്കുഴി വേണ്ടത്. അപ്പോൾ 7 ഇഞ്ചാണ് കിട്ടിയത്. 9 ഇഞ്ചാവണമെങ്കിൽ 2 ഇഞ്ച് കൂടുതൽ വേണം ഇല്ലേ. ആ 2 ഇഞ്ചും വേണം. പിന്നെ ഇവിടെ 1/2 ഇഞ്ചും പോകും, ഇവിടെ 1/2 ഇഞ്ച് പോകും. അപ്പോൾ 1 ഇഞ്ച് കൂടി വേണം. അപ്പോൾ എത്രയാ 1 2 3 ഇഞ്ച് കൂടുതൽ കിട്ടണം. ഇങ്ങനെ മനസ്സിലായ. അപ്പോൾ അത് ഇവിടെ അടയാളപ്പെടുത്താം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്യുക. ഈ അറ്റത്തു നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒരു 3 ഇഞ്ച് ഇങ്ങനെ കിട്ടുന്ന വിധത്തിൽ ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് നീളത്തിൽ അടയാളപ്പെടുത്താം. എന്നിട്ട് ഇവിടെ നിന്നൊന്ന് ചെരിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നേരിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. മനസ്സിലായില്ലേ. ഇതിൽ കൈക്കുഴി എടുത്തിട്ട് ഇവിടുത്തെ തയ്യൽ തുമ്പ് കളയണം. അതുകൂടാതെ ഇവിടുത്തെ തയ്യൽ തുമ്പ് കളഞ്ഞിട്ട് ബാക്കിയുള്ള ഇതിൽ കൈക്കുഴി തികയാത്തത് ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ഇങ്ങനെ ചെരിച്ചൊന്ന് കട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇത് ജോയിൻ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ആവശ്യത്തിനുള്ള കൈക്കുഴിയാകും. ഓക്കെ. അപ്പം നമ്മൾ സ്കേർട്ട് പോർഷൻ്റെ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സ്ലീവും കട്ട് ചെയ്തു. ഇനി നമുക്ക് യോക്ക് പോർഷൻ കട്ട് ചെയ്യാം. യോക്ക് പോർഷന് ഒരെണ്ണം എടുക്കുക. ഞാൻ പറഞ്ഞില്ലേ ഷോൾഡർ നമ്മൾ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യണം. എന്നിട്ട് ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. ഇത് മുകളിലേക്കുള്ള ഡിസൈൻ ആകുമ്പോൾ അത് ഫ്രണ്ട് പീസാണ്. ഇത് താഴേക്കായിരിക്കും. ഫ്ലവർ താഴേക്ക് പോയേക്കാണ്. അപ്പോൾ അത് ബാക്ക് പീസാണ്. അപ്പോൾ ഇത് ബാക്കിൽ നെക്ക് ലെങ്ത്ത് 3 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ഷോൾഡർ ഇവിടെ നെക്ക് അകലം 2.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ 2.5 ഇഞ്ച് ഇവിടെയും വരുത്തണം. 3 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ട് അവിടെ നിന്നും 2.5 ഇഞ്ച് ഇങ്ങോട്ടേക്കും കൊടുത്തു. ഇത് അധികം വൈഡ് വേണ്ട നെക്ക്, അതുകൊണ്ടാണ് ഇത്ര എടുത്തത്. വൈഡ് വേണമെന്നുണ്ടെങ്കിൽ 3 ആക്കി എടുക്കാം. നെക്ക് അകലം ബാക്ക് കട്ട് ചെയ്തു. ഇനി ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് നമുക്ക് പൈപ്പിംഗ് കൊടുത്താണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് 2.5 ഇഞ്ച് കഴുത്തകലമാണ് നമ്മൾ ബാക്കിൽ കൊടുത്തത്. ഇതിപ്പോൾ ഒരു 2.25 ഇഞ്ച് കൊടുക്കണം. നമ്മൾ പൈപ്പിംഗ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഉള്ളിലേക്ക് വരും പീസ് ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 3/4 ഇഞ്ചായിട്ട് എടുത്തു. 4 ഇഞ്ച് കൂട്ടിയെടുത്തു. ഇനി 6 ഇഞ്ച് ലെങ്ത്ത് കൂട്ടണം, ലെങ്ത്ത് വെക്കണം. അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് 2.25 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്താം. 2.5 തന്നെ എടുത്താൽ നെക്ക് കുടുങ്ങിപ്പോവും പൈപ്പിങ്ങും കൂടി വന്നു കഴിയുമ്പോൾ. അപ്പോൾ ഇതുപോലെ കിട്ടും. 6 ഇഞ്ചിൽ നമ്മൾ എടുത്തു. ഇനി നമുക്ക് ഇതിനുള്ളിൽ നെക്ക് അടയാളപ്പെടുത്താം. നമുക്ക് നെക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പാണോ വേണ്ട അത് ചെയ്യാം. ഇതുപോലെ കൊടുത്തു. എന്നിട്ട് ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ചെരിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ടിത് കട്ട് ചെയ്ത് മാറ്റണം.
ഇനി ഇത് കട്ട് ചെയ്യണം. പിന്നെ നമുക്ക് ഇവിടെ പൈപ്പിംഗ് കൊടുക്കുന്നത് കൊണ്ട് ഇവിടെയും കൂടുതൽ വരും. അപ്പം നമ്മൾക്ക് ഇവിടെ നിന്ന് അല്പം ഒരു 1/2 ഇഞ്ച് താത്തി കട്ട് ചെയ്ത് മാറ്റണം. നമ്മൾ ഇവിടെയും പൈപ്പിംഗ് കൊടുക്കണ്ടേ. ഇനി നമുക്ക് ഇതിന് ഓരോ പീസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ കട്ടിങ്. നൈറ്റിയുടെ കട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.